യുഎസിൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരൻ മരിച്ചു. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് കൊല്ലപ്പെടുന്നത് സമാനമായ സംഭവത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ യുഎസ് സാക്ഷ്യം വഹിച്ചതാണ്. സമാനമായി തന്നെയാണോ ഇപ്പോഴും കാര്യങ്ങൾ? കടുത്ത രീതിയിലുള്ള നടപടികളാണ് അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് നൽകുന്ന സൂചനകൾ അത് ഇനിയും ഇതേപോലെ തന്നെ തുടരും എന്നതാണ്. നിലവിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തെ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വരുന്നത്. അതായത് രാജ്യത്ത് 12,000-ന് മേലെ കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിമിനലുകളുണ്ട്. ഇവരാണ് രാജ്യത്ത് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ ഏലിയൻസിനെ ഉടൻ നാടുകടത്തുമെന്ന് ട്രംപ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ സുരക്ഷാ സേനയ്ക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതിനെ പ്രതിരോധിക്കുക മാത്രമാണ് മിനിയോപോളിസിൽ ഉണ്ടായതെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തിനെയും ട്രംപ് ന്യായീകരിക്കുകയാണ്. എന്തായാലും മിനിയോപോളിസിൽ കഴിഞ്ഞ ഒരു മാസമായി സുരക്ഷാ സേനയുടെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു മാസമായില്ല. ഈ ജനുവരി 7-ാം തീയതി ഒരു യുവതി തൻ്റെ കാറിൽ സഞ്ചരിക്കുന്നതിനിടെ സുരക്ഷാ സേന അവരെ പരിശോധിക്കാനായി തടഞ്ഞു നിർത്തുകയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവത്തെ ട്രംപ് ന്യായീകരിച്ചത് സുരക്ഷാ സേനയെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്നാണ്. ഈ സംഭവത്തിൽ പറയുന്നത് ഈ യുവാവ് പോലീസ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. അപ്പോൾ സ്വയം പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് ട്രംപ് നിലവിലെ സംഭവത്തിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ യുവാവിൻ്റെ കൈവശം ഒരു തോക്കുണ്ടായിരുന്നു. ഈ തോക്ക് ഉയർത്തിയായിരുന്നു ഇയാൾ പ്രതിഷേധിച്ചിരുന്നത് ഈ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ. അപ്പോൾ ഈ പോലീസ് ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ തോക്ക് വാങ്ങിച്ച് ഇയാൾക്ക് നേരെ തന്നെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും ഈ യുവാവ് 37കാരനായ ഈ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മിനിയാപോളിസ് നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തുകയാണ്. ഈ ജനങ്ങളെ തുരത്താനായി സുരക്ഷാ സേന, ഈ ഹോം ഗാർഡ് സേന അവിടെ കണ്ണീർ വാതക ഷെല്ലുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കടുത്ത രീതിയിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ആളിക്കത്താൻ തന്നെയാണ് സാധ്യത. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.